ഹലോ എവ്രി വൺ. ഇന്ന് നമുക്ക് 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. എല്ലാവർക്കും എക്സാംസ് ഒക്കെ തുടങ്ങിയല്ലോ. എല്ലാവരും നന്നായിട്ടൊക്കെ പഠിച്ചിട്ട് വേണം എക്സാം ഒക്കെ എഴുതാനായിട്ട്. നമുക്ക് ഇന്ന് ഫസ്റ്റ് ചാപ്റ്റർ, അതായത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എന്താണ്? ലെറ്റസ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ഗുഡ്നസ്. നട്ട് നനയ്ക്കാം, നന്മകൾ കൊയ്യാം. അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷിയെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ അതിനകത്തില് ഫാമേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഏതൊക്കെ വിധത്തിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിനകത്തില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് വെർട്ടിക്കൽ ഫാമിംഗ്, റൈറ്റ് ടു അഡ്വാൻറ്റേജസ് ഓഫ് ഇറ്റ്. അതായത് വെർട്ടിക്കൽ ഫാമിംഗ് നമ്മൾ പഠിച്ചതാണ്. വെർട്ടിക്കൽ ഫാമിംഗ് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മേന്മകൾ എന്തൊക്കെയാണ്? എന്തായിരുന്നു വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ വെർട്ടിക്കലി സ്റ്റാക്ക്ഡ് ലെയേഴ്സ്. അതായത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കുകളായിട്ട് കൃഷി ചെയ്യുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത് വെർട്ടിക്കൽ ഫാമിംഗ്. അപ്പൊ ഈ വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം സ്പേസ് കുറവുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിംഗ് മെത്തേഡാണ് ഇല്ലേ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ക്രോപ്സ് അല്ലെങ്കിൽ വിളകൾ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്? ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കുക അല്ലെങ്കിൽ ലേയേഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അടുക്കുകളായിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് സ്പേസ് കുറവുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആണ് ഏതെന്ന് പറയുന്നത് വെർട്ടിക്കൽ ഫാമിംഗ്. അതാണ് അതിന്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടെന്ന് പറയുന്നത് നമുക്ക് സൺലൈറ്റോ അല്ലെങ്കിൽ റെയിനോ ഒന്നും പേടിക്കണ്ട. അതായത് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഒക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വരുന്ന ക്ലൈമാറ്റിക് ചേഞ്ച്, അതായത് കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് കൂടുതൽ റെയിൻ അല്ലെങ്കിൽ മഴ വരുമ്പോൾ കൃഷി നശിച്ചു പോകുന്നോ, അല്ലെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കൃഷി ഉണങ്ങി പോകുന്നോ ഒന്നും ഉള്ള പേടി വേണ്ട. അപ്പൊ ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ ഉള്ള ഒരു മെത്തേഡാണ് ഏതെന്ന് പറയുന്നത് വെർട്ടിക്കൽ ഫാമിംഗ്. അപ്പൊ വെർട്ടിക്കൽ ഫാമിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? സ്പേസ് കുറവുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ്. അതുപോലെ തന്നെ റെയിൻ, സൺലൈറ്റ് ഇതിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഏത് മെത്തേഡിലാണ്, വെർട്ടിക്കൽ ഫാമിംഗ് മെത്തേഡിൽ. ദെൻ സെക്കൻഡ് വൺ, വാട്ട് ആർ മൈക്രോ ന്യൂട്രിയൻസ്, ഗിവ് ടു എക്സാമ്പിൾസ്. മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും നമ്മൾ പഠിച്ചതാണ്. അതായത് പ്ലാന്റ്സിന്റെ ഗ്രോത്തിനായിട്ട് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മൂലകങ്ങൾ ആവശ്യമുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ന്യൂട്രിയൻസ് ആവശ്യമുള്ളതുപോലെ അല്ലെങ്കിൽ പോഷകങ്ങൾ ആവശ്യമുള്ളതുപോലെ തന്നെ പ്ലാന്റ്സിനും ആവശ്യമുണ്ട്. അപ്പൊ അതിനകത്തില് ചില ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് കൂടുതൽ അളവിലും വേണം, ചിലതെന്ന് പറയുന്നത് കുറച്ചളവിലും മതി ഇല്ലേ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ മൈക്രോ ന്യൂട്രിയൻസ്. മൈക്രോ ന്യൂട്രിയന്റുകൾ എന്നാൽ എന്ത്? അപ്പൊ ന്യൂട്രിയൻസ് വിച്ച് ആർ റിക്വയർഡ് ഇൻ സ്മോളർ ക്വാണ്ടിറ്റീസ്, അതായത് ചെറിയ അളവിൽ ആവശ്യമുള്ള ന്യൂട്രിയന്റുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, മൈക്രോ ന്യൂട്രിയൻസ്. അപ്പൊ മൈക്രോ ന്യൂട്രിയൻസിന് എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? ബേരിയം, ബോറോൺ, കോപ്പർ, സിങ്ക് തുടങ്ങിയവയൊക്കെ മൈക്രോ ന്യൂട്രിയന്റുകൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രിയൻസ് വിച്ച് ആർ റിക്വയർഡ് ഇൻ സ്മോളർ ക്വാണ്ടിറ്റീസ്, ചെറിയ അളവിൽ ആവശ്യമുള്ള ന്യൂട്രിയന്റുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, പോഷകങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, മൈക്രോ ന്യൂട്രിയന്റ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? കോപ്പർ, സിങ്ക്, ബേരിയം, ബോറോൺ തുടങ്ങിയവ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, fill up the table by using appropriate words or sentences that are given. അതായത് താഴെ കുറച്ച് വാക്കുകളും അതുപോലെ തന്നെ വാക്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. അതിൽ അനുയോജ്യമായിട്ടുള്ളവ എടുത്ത് ഇവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തേക്കുന്ന ടേബിൾ എന്തൊക്കെയാണ്? ഫെർട്ടിലൈസർ, വളങ്ങൾ ഇല്ലേ. എക്സാമ്പിൾ, ഉദാഹരണം, അഡ്വാൻറ്റേജ്, മേന്മകൾ. അപ്പൊ ഇവിടെ രണ്ട് തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ വളങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബയോ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ജീവാണുവളം, അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ, രാസവളങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വേർഡ്സ് അല്ലെന്നുണ്ടെങ്കിൽ സെന്റൻസസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നും ഉള്ള, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടവ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തേക്കുന്ന വേർഡ്സ് ഇതൊക്കെയാണ്. ആദ്യത്തെന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻ നൈട്രജൻ ഫിക്സിംഗ്. നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അന്തരീക്ഷത്തിൽ നിന്നുള്ള നൈട്രജൻ എടുത്ത് പ്ലാന്റ്സിന് കൊടുക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഈ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നവരാരാണ്? ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് അഡ്വാൻറ്റേജിനകത്തിൽ എന്ത് കൊടുക്കാം? ബയോ ഫെർട്ടിലൈസറിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് ഹെൽപ്സ് ഇൻ നൈട്രജൻ ഫിക്സിംഗ് കൊടുക്കാം. ദെൻ അടുത്ത ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് റൈസോബിയം ആണ്. അപ്പൊ റൈസോബിയം എന്ന് പറയുന്നത് റൈസോബിയം, അസോസ്പൈറിലും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അത് ഏതിന് എക്സാമ്പിൾ? ആ ബയോ ഫെർട്ടിലൈസർ ഇല്ലേ. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? റൈസോബിയം ആണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് യൂറിയ. യൂറിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ രാസവളമാണ് ഇല്ലേ. അപ്പൊ യൂറിയ എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടുന്നത്, സിക്കകത്തിൽ എഴുതുന്നത്. ദെൻ അടുത്തതെന്ന് പറയുന്നത് പ്ലാന്റ്സ് ക്യാൻ അബ്സോർബ് ദം ഈസിലി. പ്ലാന്റ്സിന് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ആഗിരണം ചെയ്യാൻ പറ്റും. അതെങ്ങനെയുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ്? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ് ഈസി ആയിട്ട് പ്ലാന്റ്സിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് കെമിക്കൽ ഫെർട്ടിലൈസറിന്റെ അഡ്വാൻറ്റേജ് ആണ്. ദെൻ അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2 of the problems that a farmer faces are given below. Suggest 2 ways for each to solve the problems. അതായത് രണ്ട് പ്രശ്നങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. കർഷകർ ഫേസ് ചെയ്യുന്ന രണ്ട് പ്രോബ്ലംസ് ആണ്. ഒന്ന് വാട്ടർ സ്കേഴ്സിറ്റി ഇല്ലേ,
ജലദൗർലഭ്യം, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ്, കർഷകര് ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഏതൊക്കെ രണ്ട് പ്രോബ്ലംസ് ഫാമേഴ്സ് ഫേസ് ചെയ്യുന്ന രണ്ട് പ്രോബ്ലംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, വാട്ടർ സ്കേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പൊ ഈ രണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സ് പറയാനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെ മെത്തേഡ്സ് പറയാം? വാട്ടർ സ്കേഴ്സിറ്റി, ജലദൗർലഭ്യം ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ് ഡ്രിപ്പ് ഇറിഗേഷൻ, അതുപോലെ തന്നെ വിക്ക് ഇറിഗേഷൻ. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. ദെൻ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാർഷിക രീതിയാണ് ഏതെന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് അല്ലെ. ഗ്രീൻ ഹൗസ് ഫാമിംഗ് നടത്താം. ദെൻ അതുപോലെ തന്നെ വെർട്ടിക്കൽ ഫാമിംഗ്. വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നതും ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ മൂലം കഷ്ടപ്പെടുന്നവർക്ക് നടത്താൻ പറ്റുന്ന ഒരു കാർഷിക രീതിയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് മെത്തേഡ്സ്, ഏതെങ്കിലും രണ്ട് മെത്തേഡ്സ് ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വാട്ടർ സ്കേഴ്സിറ്റി ഉള്ളവർക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ, വിക്ക് ഇറിഗേഷൻ. ദെൻ ക്ലൈമറ്റ് ചേഞ്ച് ഉള്ളവർക്ക് ഗ്രീൻ ഹൗസ് ഫാമിംഗ്, അതുപോലെ തന്നെ വെർട്ടിക്കൽ ഫാമിംഗ്. ദെൻ അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ടേബിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ളത് ആ ഹെഡിങ്ങിന് കീഴിലാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് certain information about two ways to produce better planting materials are given below. Classify and tabulate them by giving suitable titles. അതായത് രണ്ട് പ്ലാന്റിംഗ് മെറ്റീരിയൽസിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. GM ക്രോപ്സ് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സും ടിഷ്യൂ കൾച്ചർ. ഇത് രണ്ടും നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ളത് എടുത്ത് ഓരോന്നിന്റെ കീഴിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൾട്ടേർഡ് ബൈ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനിതക എഞ്ചിനീയറിംഗിലൂടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നു. അപ്പൊ ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നത് ഏത് ക്രോപ്സിനാണ്? GM ക്രോപ്സിനാണ് അല്ലെ. അപ്പൊ അതെന്ന് പറയുന്നത് എവിടെ എഴുതണം? GM ക്രോപ്സിന് കീഴിൽ എഴുതണം. അപ്പൊ എന്താണ് എഴുതേണ്ടത്? ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൾട്ടേർഡ് ബൈ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനിതക എഞ്ചിനീയറിംഗിലൂടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നു. Then second one helps to produce a large number of plants having all the characteristics of the parent plant. അതായത് പേരന്റ് പ്ലാന്റ് അല്ലെങ്കിൽ മാതൃസസ്യത്തിന്റെ അതേ സ്വഭാവമുള്ള ഒരുപാട് ചെടികളെ സൃഷ്ടിച്ചെടുക്കുന്നു. അത് ഏതിലാണ്? ടിഷ്യൂ കൾച്ചറിലാണ് അല്ലെ. ദെൻ അടുത്തത് ടിഷ്യൂസ് ആർ ഗിവൺ ഇൻ സ്പെഷ്യൽ ന്യൂട്രിയന്റ് മീഡിയം ടു പ്രൊഡ്യൂസ് സാപ്ലിങ്സ്. അതായത് ടിഷ്യൂസ് അല്ലെങ്കിൽ കലകള് പ്രത്യേകതരം ന്യൂട്രിയന്റ് സൊല്യൂഷൻ കൊടുത്തിട്ടാണ് ചെടികളുടെ തൈകൾ നിർമ്മിച്ചെടുക്കുന്നത്. അപ്പൊ അത് ഏതിനകത്തിലാണ്? ടിഷ്യൂ കൾച്ചറിലാണ് അല്ലെ. അതായത് ടിഷ്യൂസ് ഉപയോഗിച്ചിട്ട് സാപ്ലിങ്സ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത് ടിഷ്യൂ കൾച്ചറിലാണ്. ദെൻ അടുത്തത് കോട്ടൺ പ്ലാന്റ് ദാറ്റ് റെസിസ്റ്റ് പെസ്റ്റ് അറ്റാക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് വേ. അതായത് കീടങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള പരുത്തി ചെടി നിർമ്മിച്ചെടുത്തത്. അതെന്ന് പറയുന്നത് ഏതിന് എക്സാമ്പിളാ? GM ക്രോപ്സിന് എക്സാമ്പിൾ ആണ് ഇത്. അതായത് പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള കോട്ടൺ പ്ലാന്റ്, പരുത്തിച്ചെടി. അപ്പൊ അത് ഏതിൽ വരുന്നതാ? GM ക്രോപ്സിൽ വരുന്നതാണ്. ദെൻ അടുത്തത് സിക്സ്ത് വൺ, വാട്ട് ഈസ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്? എന്താണ് സംയോജിത കൃഷി? ദെൻ റൈറ്റ് 4 അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. സംയോജിത കൃഷിയുടെ ഏതെങ്കിലും 4 മേന്മകൾ എഴുതുക. അപ്പം ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സ് മാത്രം കൾട്ടിവേറ്റ് ചെയ്യുകയല്ല, ഇതിനോടൊപ്പം പ്ലാന്റ്സിനോടൊപ്പം തന്നെ മറ്റ് ജീവികളെ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? വളർത്തുന്നു. അതായത് ഫിഷിനെയോ അല്ലെന്നുണ്ടെങ്കിൽ കാറ്റിൽ, കന്നുകാലികളെ, പൗൾട്രി ഫാമിംഗ്. അപ്പൊ ഇതെല്ലാം ഒന്നിച്ച് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. അതായത് നാർച്ചറിംഗ് ഡൈവേഴ്സ് ലിവിംഗ് ഓർഗാനിസംസ് ടുഗദർ. അതായത് പലതരത്തിലുള്ള ജീവജാലങ്ങളെ ഒന്നിച്ച് വളർത്തുന്ന കൃഷി രീതിയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മേന്മകൾ എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ഈ പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ പ്ലാന്റ്സിൽ നിന്നും ആ ആനിമൽസിന് എന്ത് ലഭിക്കുന്നു? ഫുഡ് ലഭിക്കുന്നു. രണ്ടെന്ന് പറയുന്നത് ആനിമൽ വേസ്റ്റ് ഒക്കെ പ്ലാന്റ്സിന് നമുക്ക് ഫെർട്ടിലൈസർ അല്ലെങ്കിൽ വളമായിട്ട് യൂസ് ചെയ്യാം. ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഉൽപാദന ചെലവ് എന്ന് പറയുന്നത് കുറഞ്ഞിരിക്കും. ഫുഡ് സേഫ്റ്റി അല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണ ലഭ്യത അല്ലെ, എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം ലഭിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഏതിന്റെ അഡ്വാൻറ്റേജസ് ആണ്? ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലെങ്കിൽ സംയോജിത കൃഷിയുടെ മേന്മകളാണ്. അടുത്തത് 7th ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ചേരുംപടി ചേർക്കാൻ. ഇവിടെ എന്ന് പറയുന്നത് കുറച്ച് പെസ്റ്റ് കീടങ്ങളെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ കീടങ്ങൾ ഏതൊക്കെ പ്ലാന്റ്സിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് വെക്കാനാണ്. ഒന്നാമത്തേതെന്ന് പറയുന്നത് പോഡ് ബോറർ അല്ലെങ്കിൽ കായതുരപ്പൻ. കായതുരപ്പൻ എന്ന് പറയുന്നത് അറ്റാക്ക് ചെയ്യുന്ന ആരെയാണ്? ലെഗ്യൂംസ് അല്ലെങ്കിൽ പയറുവർഗത്തിലുള്ള ചെടികളെയാണ്. ലീഫ് റോളിംഗ് കാറ്റർപില്ലർ, ഇല ചുരുട്ടിപ്പുഴു. ഇല ചുരുട്ടിപ്പുഴു എന്ന് പറയുന്നത് ആരെ അറ്റാക്ക് ചെയ്യുന്നതാണ്? ഓക്ര അല്ലെങ്കിൽ വെണ്ടയെ അറ്റാക്ക് ചെയ്യുന്നതാണ്. സ്റ്റെം ബോറർ, തണ്ടുതുരപ്പൻ. തണ്ടുതുരപ്പൻ എന്ന് പറയുന്നത് ബ്രിഞ്ചാൾ അല്ലെങ്കിൽ വഴുതനയെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ് പറഞ്ഞിരുന്നത്. പോഡ് ബോറർ അല്ലെങ്കിൽ കായതുരപ്പൻ, ലെഗ്യൂംസ്, ലീഫ് റോളിംഗ് കാറ്റർപില്ലർ, ഒക്ര, സ്റ്റെം ബോറർ, തണ്ടുതുരപ്പൻ,
ബ്രിഞ്ചാൾ. അപ്പൊ ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്